സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മേഖലാ അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ ചേരും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അവലോകന യോഗമാണ് ചേരുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. 4 ജില്ലകളിലെ വികസന പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താറുണ്ട്, ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ അവലോകനം ചെയ്യുന്നതിനായിട്ടുള്ള യോഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ക്രിസ്റ്റീന, തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇത്തരത്തിൽ മേഖലാ തല അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇന്നിവിടെ കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെൻറ് വനിതാ കോളേജിൽ നടക്കുന്നത് 4 ജില്ലകളിലെ അവലോകന യോഗമാണ്. കണ്ണൂർ, കാസർഗോഡ്, അതോടൊപ്പം തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ അവലോകന യോഗമാണ് ഇവിടെ ചേരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ യോഗം നടക്കുന്ന ഹാളിലാണ്. കൃഷ്ണമേനോൻ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ അവലോകന യോഗം ചേരുന്നത്. 4 ജില്ലകളിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിലയിരുത്തലാകും പ്രധാനമായും ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. 4 ജില്ലാ കളക്ടർമാർ അത് സംബന്ധിച്ചിട്ടുള്ള വിശകലനം നടത്തും. അതിന് മുഖ്യമന്ത്രി ആ കാര്യങ്ങളിൽ മറുപടി പ്രസംഗവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആ തരത്തിലുള്ള വിശകലനവും ചർച്ചയും. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം, അതിനെ സംബന്ധിച്ചുള്ള വിവിധ വകുപ്പ് മേധാവികളുടെ വിശകലനം ഉൾപ്പെടെ ഇവിടെ വിവിധ സെക്ഷനുകളിലായി ഈ അവലോകന യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഇന്നത്തെ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്നുള്ളത് DGP ആയി ചുമതലയേറ്റതിനു ശേഷം ആദ്യ ഔദ്യോഗിക പരിപാടിക്കായി DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലേക്ക് എത്തുന്നു എന്നതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഉച്ചയോടെ തന്നെ ഇവിടെ എത്തിച്ചേരും. ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനം, അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നമുക്കറിയാം, ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്ന ആ ഘട്ടത്തിൽ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയത് റവാഡ ചന്ദ്രശേഖരാണ് എന്ന് ഉൾപ്പെടെയുള്ള നേരത്തെ ആരോപണങ്ങൾ അദ്ദേഹം ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയും അത് CPIയും അതോടൊപ്പം തന്നെ സർക്കാരും അത് അങ്ങനെയല്ല എന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യവും പശ്ചാത്തലവുമുണ്ട്. അതിനിടെയാണ് അദ്ദേഹം ആദ്യ ഔദ്യോഗിക പരിപാടിക്ക് കണ്ണൂരിലേക്ക് തന്നെ എത്തുന്നു എന്ന ഒരു സവിശേഷത കൂടി എന്തായാലും ഉള്ളത്. പൂർണ്ണമായും സർക്കാരും അതോടൊപ്പം തന്നെ CPIയും അതിൽ അദ്ദേഹത്തിനെ DGP ആയി ചുമതല നൽകിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അത് രാഷ്ട്രീയമായും അല്ലെങ്കിൽ മെറിറ്റ് നോക്കിയാണ് അതിൽ ചുമതല നൽകിയിട്ടുള്ളതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി ചില അതിർത്തികളൊക്കെ CPIയിൽ ഉണ്ട് എന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാധാന്യം കൂടി ഈ ഔദ്യോഗിക പരിപാടിയിൽ അവലോകന യോഗത്തിലുണ്ട്. അദ്ദേഹം ഉച്ചയോടെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഹാളിലേക്ക് എത്തിച്ചേരും. 10 മണിയോടെ തന്നെ യോഗം ആരംഭിക്കുകയും ചെയ്യും. ശരി, 4 ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള മേഖലാ അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ നടക്കും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേരും. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ.